യുഎസ് അവതരിപ്പിച്ച വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ തള്ളി ഹമാസ്. വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന ഇസ്രായേലും അറിയിച്ചതോടുകൂടി കൈറോയിൽ ആരംഭിച്ച മധ്യസ്ഥ ചർച്ചകൾ തുലാസിലായി. വരും ദിവസങ്ങളിലെ ചർച്ചയിലൂടെ ഈ സമവായത്തിൽ എത്താനാകും എന്നാണ് യുഎസിന്റെ പ്രതീക്ഷ. ഇതിനിടെ മധ്യ ഇസ്രായേലിലേക്ക് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തി. ആളപായമില്ല. ഗസ സിറ്റിയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 7 പേർ കൂടി കൊല്ലപ്പെട്ടു. ഗസയിൽ സൈനിക സാന്നിധ്യം തുടരുമെന്ന ഇസ്രായേലിന്റെ പിടിവാശിയെ തുടർന്ന് വെടിനിർത്തൽ ബന്ദിമോചന ചർച്ച വീണ്ടും തീരുമാനമാകാതെ പൊളിഞ്ഞു എന്നാണ് മറ്റ് രാജ്യം കുറ്റപ്പെടുത്തുന്നത്. ഗസയ്ക്കും ഈജിപ്തിനും ഇടയിലെ ഫിലാഡൽഫിയ അതുപോലെ തന്നെ നെറ്റ്സറയും ഇടനാഴികളിൽ സൈനിക സാന്നിധ്യം തുടരണമെന്ന പുതിയ നിബന്ധന ഇസ്രായേൽ മുന്നോട്ട് വെച്ചതാണ് ചർച്ച പൊളിയാൻ പ്രധാന കാരണം. ഇതോടെ ഈജിപ്തിലെ കൈറോയിൽ നടന്നുവന്ന മധ്യസ്ഥ ചർച്ച വിജയം കാണാതെ അവസാനിപ്പിച്ച പങ്കെടുത്ത കക്ഷികൾ മടങ്ങി. പൂർണ്ണമായ സൈനിക പിന്മാറ്റം കൂടാതെ ബന്ദികളെ വിട്ടു നൽകില്ല എന്നും മെയ് അവസാനം യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അതേപടി അംഗീകരിക്കാൻ തങ്ങൾ സന്നദ്ധമാണെന്നും ഹമാസ് നിലപാട് വ്യക്തമാക്കി. ജൂലൈ 2-ന് ഞങ്ങൾ മുന്നോട്ട് വെച്ച നിബന്ധനകളിൽ നിന്ന് പിന്മാറുകയില്ല. പുതിയ വ്യവസ്ഥകളെക്കുറിച്ചുള്ള ചർച്ചകൾ ഞങ്ങൾ ആരംഭിക്കുകയുമില്ല. ഹമാസ് വക്താവ് ഉസാമ ഹംദാൻ അൽ അഖ്സ ടിവിയോട് പറയുകയായിരുന്നു ഇങ്ങനെ. മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം ഹമാസ് പ്രതിനിധി സംഘം ഞായറാഴ്ച കൈറോയിൽ നിന്ന് മടങ്ങി. യുഎസും ഖത്തറും ഈജിപ്തുമാണ് മധ്യസ്ഥ ചർച്ച നടത്തിയത്. അതിനിടെ ഒക്ടോബർ 7 ആക്രമണത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഇസ്രായേൽ സർക്കാർ സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് ബന്ദികളുടെ കുടുംബങ്ങൾ അറിയിച്ചു. ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിൽ ഇസ്രായേൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബന്ദിയാക്കപ്പെട്ടവരുടെയും കാണാതായ കുടുംബങ്ങളുടെയും ഫാമിലി അല്ലെങ്കിൽ കുടുംബം പങ്കെടുക്കില്ല എന്ന ഹോസ്റ്റേജ് ആൻഡ് മിസ്സിംഗ് ഫാമിലീസ് ഫോറം ആരോപിക്കുകയുണ്ടായി. ഗസ അതിർത്തി പ്രദേശങ്ങളിലെ ജൂത കമ്മ്യൂണിറ്റികളായ കിബൽസീം, കിംഫർ, ആസ, നഹൽ ഓസ് യാദ് അതുപോലെ തന്നെ നീർ കിംബസീം, നീർ ഓസ്, റീം എന്നിവരും സർക്കാർ പരിപാടി ബഹിഷ്കരിക്കുമെന്ന് കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അതിനിടെ ഇവരുടെ നേതൃത്വത്തിൽ സർക്കാർ പരിപാടികൾക്ക് സമാന്തരമായി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഒക്ടോബർ 7-ന് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. കുബു പ്രസ്ഥാനവുമായി സഹകരിച്ച് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗസയിൽ ഇന്നും ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 33 പേർ കൊല്ലപ്പെട്ടു, 66 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. ഇസ്രായേലും ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും ആക്രമണത്തിൽ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞായറാഴ്ച ലബനിലെ 40-ലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർത്തിരുന്നു. 300-ലേറെ റോക്കറ്റുകൾ വിക്ഷേപിച്ചായിരുന്നു ഹിസ്ബുള്ളയുടെ മറുപടി. തെക്കൻ ലെബനിലെ സിനോണിൽ ഹമാസ് കമാൻഡറെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിലൂടെ വധിക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. ഒക്ടോബറിൽ ഗസ യുദ്ധം ആരംഭിച്ചത് മുതൽ ഹമാസിന് പിന്തുണയുമായി ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിന് നേരെ വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്.